ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പഴംപൊരി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ അതേ സ്ട്രക്ചറിൽ നമുക്ക് പഴംപൊരി വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം കൂടിപ്പോവരുത്, കുറച്ച് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. പഴം നല്ല മധുരമുള്ളതായതുകൊണ്ട് ഞാൻ ഈ ബാറ്ററിലേക്ക് ഒട്ടും പഞ്ചസാര ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മഞ്ഞ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കാൻ വിട്ടുപോയതാണ്. ഈ ഒരു തിക്നെസ്സിലാണ് ബാറ്റർ ഉണ്ടായിരിക്കേണ്ടത്. കൂടുതൽ ലൂസാവാനും പാടില്ല, കൂടുതൽ ടൈറ്റ് ആവാനും പാടില്ല. ഇപ്പം ഞാനിവിടെ 4 മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 സ്ലൈസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ 3 4 സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്യാം. ഇനി നന്നായിട്ട് ചൂടായി വരുന്ന എണ്ണയിലേക്ക് ഈ മാവിൽ മുക്കി കൊടുത്ത് പഴം ഇട്ട് കൊടുക്കാം. ഇനി 2 സൈഡും നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം നന്നായിട്ട് പഴം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചായക്കട സ്റ്റൈലിലുള്ള പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.